Hello, friends. Welcome to another session of the ongoing concept class of English literature. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഏജ് ഓഫ് ഡ്രൈഡൻ എന്ന സെക്ഷനാണ്. ഏജ് ഓഫ് ഡ്രൈഡൻ എന്ന സെക്ഷനാണ്. നമ്മൾ കഴിഞ്ഞ സെക്ഷനിൽ ഏജ് ഓഫ് മിൽട്ടൺ പഠിക്കുമ്പോൾ ഒരു ഇംഗ്ലീഷ് സിവിൽ വാറിനെ പറ്റിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. രണ്ട് പാർട്ടായിട്ട് നടന്ന ഇംഗ്ലീഷ് സിവിൽ വാർ വിച്ച് എൻഡഡ് ഇൻ പ്യൂരിറ്റൻ റെജീം. ഒരു പ്യൂരിറ്റൻ ഇന്റർനം എന്നാണ് അതിന്റെ ആ ഒരു ഷോർട്ട് പീരീഡിനെ പറയുന്നത്. ഒളിവർ ക്രോംവെലിന്റെ നേതൃത്വത്തിൽ അന്ന് പാർലമെന്റിലെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു ലീഡർ ആയിരുന്നു ഒളിവർ ക്രോംവെൽ. ഒരു പ്യൂരിറ്റൻ ആയിരുന്നു. അപ്പൊ അവരുടെ നേതൃത്വത്തിൽ, ഒലിവർ ക്രോംവെലിന്റെ നേതൃത്വത്തിൽ ഒരു പ്യൂരിറ്റൻ റെജീം കുറച്ച് നാള് ബ്രിട്ടൻ റൂൾ ചെയ്തു. പക്ഷെ ഈ ഡ്രൈഡന്റെ സമയം ആകുമ്പോഴത്തേക്കും ആ പ്യൂരിറ്റൻ ഇന്റർനം 1660 അവസാനിച്ചു. അത് ഒലിവർ ക്രോംവെലിന്റെ മരണത്തോടുകൂടി ഒലിവർ ക്രോംവെലിന്റെ മകൻ അധികാരത്തിൽ വന്നെങ്കിലും, ലോർഡ് പ്രൊട്ടക്ടറായിട്ട് ഒലിവർ ക്രോംവെലിന്റെ മകൻ അധികാരത്തിൽ വന്നെങ്കിലും, ഒലിവർ ക്രോംവെലിനെ പോലെ അത്രയും പവർഫുൾ ആയിട്ടുള്ള ഇച്ഛാശക്തിയുള്ള ഒരു ലീഡർ ആയിരുന്നില്ല ഒലിവർ ക്രോംവെലിന്റെ മകൻ. അങ്ങനെ 1660 ആയപ്പോഴത്തേക്കും ചാൾസ് ഫസ്റ്റ്, നമ്മൾ സിവിൽ വാറിന്റെ സമയത്ത് പാർലമെന്റ് സപ്പോർട്ട് ചെയ്തിരുന്ന ആൾക്കാര് ബിഹെഡ് ചെയ്ത ചാൾസ് ഫസ്റ്റിന്റെ മകൻ ചാൾസ് സെക്കൻഡിനെ അവർ തിരിച്ചു കൊണ്ടുവന്ന് അധികാരത്തിൽ ഏൽപ്പിച്ചു. അങ്ങനെ 1660 നടന്ന ഒരു സംഭവമാണ് റീസ്റ്റോറേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ആ റീസ്റ്റോറേഷൻ എന്തായിരുന്നു എന്ന് നമുക്ക് ചെറുതായിട്ടൊന്ന് കൺസിഡർ ചെയ്യാം. The restoration of monarchy in 1660. The Puritan internum ended and monarchy was restored under Charles II, the exiled son of Charles I. It accompanied by reopening of the theatres that were closed during the Puritan rule. The Church of England was restored as the national church. Church and state were still deeply intertwined. Two political factions, the Whigs, whom are the liberals who supported the parliament rule, and the Tories, who were the conservatives, who were slightly lean towards the rule of the king. These two political factions were formed. Charles II was restored to the throne of England. He was called the Merry Monarch. ഭയങ്കര ലീനിയന്റ് ആയിട്ടുള്ള ചാൾസ് സെക്കൻഡിന്റെ ഫോട്ടോ നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു എക്സ്ട്രാ വെഗന്റ് ആയിട്ടുള്ള, വളരെ ലക്ഷൂറിയസ് ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈൽ ലീഡ് ചെയ്തിരുന്ന വളരെ ലിബറൽ ആയിട്ടുള്ള ഒരു കിങ് ആയിരുന്നു ചാൾസ് സെക്കൻഡ്. പ്യൂരിറ്റൻ റൂളിന്റെ കാര്യം പറയുമ്പോൾ ഒലിവർ ക്രോംവെലിന്റെ നേതൃത്വത്തിലുണ്ടായിരുന്ന പ്യൂരിറ്റൻ റൂളിന്റെ സമയത്ത് തിയേറ്റേഴ്സ് ഒക്കെ ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആർട്ട് ആൻഡ് ലിറ്ററേച്ചർ സ്റ്റാഗ്നന്റ് എന്ന് പറയാൻ പറ്റില്ല. എലിസബത്തിന്റെ സമയത്തിന് മുമ്പുള്ള പോലെ സ്റ്റാഗ്നന്റ് എന്ന് പറയാൻ പറ്റില്ല. മിൽട്ടനെ പോലെയുള്ള റൈറ്റേഴ്സ് ഉണ്ടായിരുന്നു. പക്ഷെ അതേസമയം അധികം ഡ്രാമയൊന്നും പെർഫോം ചെയ്യാനൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല. കാരണം വളരെ ഈ പ്യൂരിറ്റൻസ് എന്ന് പറയുന്നത് വളരെ തീവ്രതയോട് കൂടി മതത്തെ സമീപിക്കുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരായിരുന്നു. പ്രൊട്ടസ്റ്റന്റ്സിൽ തന്നെ ഏറ്റവും ഹൈലി ഇന്റൻസ് ആയിട്ട് ക്രിസ്ത്യാനിറ്റിയെ എംബ്രേസ് ചെയ്തിരുന്ന ഒരു ഗ്രൂപ്പായിരുന്നു. അപ്പൊ അവർക്ക് വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടായിരുന്നത് കൊണ്ടാണ് തിയേറ്റേഴ്സ് ഒക്കെ ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ റിസർവേഷനോടുകൂടി 1660 മൊനാർക്കിന്റെ റിസർവേഷനോടുകൂടി ചാൾസ് സെക്കൻഡ് അധികാരത്തിൽ വന്നു. ഈ ഒരു കാലഘട്ടത്തിലാണ് ആരുടെ കൂടുതലും റൈറ്റിംഗ് വന്നിട്ടുള്ളത്? ജോൺ ഡ്രൈഡന്റെ റൈറ്റിംഗ്സ് കൂടുതലും വന്നിട്ടുള്ളത്. അപ്പോ ജോൺ ഡ്രൈഡനെ പറ്റി പറയുകയാണെങ്കിൽ, ഹി വാസ് ദ മോസ്റ്റ് ഇൻഫ്ലുവൻഷ്യൽ റൈറ്റർ ഓഫ് ദ റിസ്റ്റോറേഷൻ. നമുക്ക് ഈ ജോൺ ഡ്രൈഡന്റെയും അപ്പോൾ ഉണ്ടായിരുന്ന പൊളിറ്റിക്കൽ ക്ലൈമറ്റ് ഒക്കെ പരിശോധിക്കുകയാണെങ്കിൽ, അദ്ദേഹം ഒരു പൊസിഷൻ അദ്ദേഹം എപ്പോഴും എടുത്തിരുന്നില്ല. അതായത് തനിക്ക് ഫേവറബിൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ വരുമ്പോൾ തന്റെ ഐഡിയോളജി സ്വിച്ച് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ജോൺ ഡ്രൈഡൻ പ്രകടിപ്പിച്ചിരുന്നു. അപ്പം to make the most out of the situation, whatever the situation may be, to make the most out of it. അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡിലായിരുന്നു ജോൺ ഡ്രൈഡൻ അദ്ദേഹത്തിന്റെ ലിറ്റററി വർക്ക്സ് ഉപയോഗിച്ചിരുന്നത്. ഡോക്ടർ ജോൺസൺ കോൾഡ് ഹിം ദ ഫാദർ ഓഫ് ഇംഗ്ലീഷ് ക്രിറ്റിസിസം. നമ്മൾ അത് കൂടുതൽ അതെന്തുകൊണ്ടാണെന്നുള്ളത് നമ്മൾ കൂടുതൽ ഡിസ്കസ് ചെയ്യും. He wrote in every form important to the period: occasional verse, comedy, tragedy, heroic plays, odes, satires, translations of classical works, and produce critical essays concerning how one ought to write these forms. അദ്ദേഹം എല്ലാ അന്ന് അവൈലബിൾ ആയിട്ടിരുന്ന
ഒരുമാതിരി എല്ലാ ലിറ്റററി ഫോംസും അദ്ദേഹം ട്രൈ ചെയ്തിട്ടുണ്ട്. ആൻഡ് ഹി മേഡ് എ പെർട്ടിക്കുലർ സ്പേസ് ഫോർ ഹിംസെൽഫ് ഇൻ ഓൾ ദാറ്റ് ലിറ്റററി ഫോംസ്. അതിപ്പോ കോമഡി ആയാലും ട്രാജഡി ആയാലും ഹീറോയിക് പ്ലേസ് ആയാലും ഓട്സ് ആണെങ്കിലും സറ്റയർ ആണെങ്കിലും ക്ലാസിക്കൽ വർക്ക്സിന്റെ ട്രാൻസ്ലേഷൻ ആണെങ്കിലും വളരെ ലേണഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു ജോൺ ഡ്രൈഡൻ. ഹി വാസ് ദ ഫസ്റ്റ് നിയോ ക്ലാസിക്കൽ ക്രിട്ടിക്. നിയോ ക്ലാസിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലാസിക്കൽ റൈറ്റേഴ്സ്, ഇപ്പം യൂറോപ്യൻ ലിറ്റററി തിയറി, ലിറ്റററി ക്രിറ്റിസിസം ഒക്കെ നമ്മൾ പരിഗണിക്കുമ്പോൾ അതിൽ ക്ലാസിക്കൽ വർക്ക്സ്, ഇപ്പോൾ സോക്രട്ടീസ്, പ്ലേറ്റോ, അരിസ്റ്റോട്ടിൽ തുടങ്ങിയ ആൾക്കാർ അവരുടെ കോൺട്രിബ്യൂഷൻസ് അത് കുറെ കാലം ഈ ഒരു റിനൈസൻസ് പീരീഡിൽ, റിനൈസൻസ് ഹ്യൂമനിസ്റ്റ് പീരീഡിൽ ആ ഒരു കുറച്ചുകൂടെ ഒരു റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു രീതിയിലേക്ക് ഈ കൺവെൻഷൻസ് എന്നൊക്കെ മാറിയിട്ട് ഒരു കുറച്ചുകൂടെ റൊമാൻറ്റിസൈസ്ഡ്, കുറച്ചും കൂടെ ഫ്രീ മൂവിങ് ആയിട്ടുള്ള രീതിയിൽ പോയട്രീനെയും ഡ്രാമേനെയും കൺസിഡർ ചെയ്യുന്ന റൈറ്റേഴ്സ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ കൺവെൻഷൻസും വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള കൺസ്ട്രെയിൻ റൂൾസും കാര്യങ്ങളൊക്കെ പതുക്കെ അതിൽ നിന്നൊക്കെ ഒരു വിട്ടുപോക്ക് ഒരു എലിസബത്തിൻ ഏജിൽ ഉണ്ടായിരുന്നു. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഈ ഒരു ക്ലാസിക്കൽ റൈറ്റേഴ്സിന്റെ കൺവെൻഷൻസും റൂൾസും കാര്യങ്ങളും ഒക്കെ റിവൈവ് ചെയ്തെടുക്കുന്നത്, അതാണ് നിയോ ക്ലാസിസം. നിയോ എന്ന് പറഞ്ഞാൽ നിയോ എന്നുള്ള പ്രിഫിക്സിന്റെ മീനിങ് ന്യൂ എന്നാണ്. ആ നിയോ ക്ലാസിക്കൽ റൈറ്റേഴ്സിൽ വൺ ഓഫ് ദ ഫസ്റ്റ് വാസ് ജോൺ ഡ്രൈഡൻ. And he was also a neoclassical critic. Okay, he was the first comparative critic and liberal neoclassicist. His first successful play, written in heroic couplet, was The Indian Emperor. 1665 published the Indian Emperor ആയിരുന്നു അദ്ദേഹത്തിന്റെ first successful play. After 1676, he began to write in blank verse, producing his best play, All for Love. In 1668, he became poet laureate, and in 1670 historiographer royal. ഇത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അദ്ദേഹത്തിന്റെ ഓരോ സമയത്തുമുള്ള അദ്ദേഹത്തിന്റെ തീരുമാനങ്ങൾ വഴിയും അദ്ദേഹത്തിനെ സെല്ല് ചെയ്യാനുള്ള, അതായത് ടു മേക്ക് ദിസ് മോസ്റ്റ് ഔട്ട് ഓഫ് എ സിറ്റുവേഷൻ, അങ്ങനെയുള്ള ഒരു സ്വിച്ചിന്റെ പുറത്താണ് അദ്ദേഹത്തിന് ഇത് കിട്ടിയത്. ഇങ്ങനെയൊക്കെയുള്ള അക്വലൈറ്റ്സ്, റെക്കഗ്നിഷൻസ് ഒക്കെ കിട്ടിയെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതൊരു മോശം കാര്യമായിട്ടല്ല പറയുന്നത്. അതിന് ആ ഒരു അർത്ഥത്തിൽ മനസ്സിലാക്കുകയാണെങ്കിൽ അദ്ദേഹം ഓരോ തവണയും ഉള്ള അദ്ദേഹത്തിന്റെ ഈ അപ്രോച്ച് ലിറ്ററേച്ചറിനോടുള്ളയും അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ എഴുത്തിൽ കൂടി പുറത്തു വരുന്ന ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ അത് സഹായകമായിരിക്കും. ഇനി അദ്ദേഹത്തിന്റെ വർക്ക്സിനെ പറ്റിയിട്ട് നമുക്ക് നോക്കാം. അദ്ദേഹത്തിന്റെ പോയട്രി, ഡ്രൈഡൻസ് പോയട്രി. ഹിസ് ഏർലി പോയട്രി ഈസ് ഹിസ്റ്റോറിക്കൽ ആൻഡ് ലൊഡേറ്ററി. ഹിസ് ബെസ്റ്റ് പോയട്രി ഈസ് സറ്റാരിക് ആൻഡ് കെയിം ലേറ്റർ. സോ ആ ഒരു പീരീഡിലുള്ള ഒരു എഴുതി തുടങ്ങുമ്പോൾ വളരെ ഹീറോയിക് ആയിട്ടുള്ള ലോഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളെ അഭിനന്ദിക്കുക, ഒരാളെ സന്തോഷിപ്പിക്കുക, പുകഴ്ത്തുക എന്നുള്ള മീനിങ് ആണ്. അപ്പം ഇപ്പം ആസ്ട്രിയ റെഡു എന്ന് പറഞ്ഞിട്ട് ഒരു പോയമുണ്ട്. അതായത് ചാൾസ് സെക്കൻഡ് റിസറേഷൻ, ആ ഒരു 1660 ചാൾസ് സെക്കൻഡിന്റെ റിസറേഷൻ സമയത്ത് ചാൾസ് സെക്കൻഡിനെ ഇംഗ്ലീഷ് ത്രോണിലേക്ക് ആനയിക്കാൻ, അല്ലെങ്കിൽ അദ്ദേഹത്തിന് തിരിച്ചു വരവിനെ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ആസ്ട്രിയ റെഡു എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു വർക്ക് എഴുതിയിരിക്കുന്നത്. അപ്പം അതൊരു ഏർലി പീരീഡ് ആണ്. പക്ഷെ അദ്ദേഹത്തിന്റെ ബെസ്റ്റ് പോയട്രി എന്ന് പറയുന്നത് എപ്പോഴും സറ്റേറിക് ആണ്. ഹി വാസ് ദ മാസ്റ്റർ ഓഫ് സറ്റയർ. ഇപ്പം അബ്സാലം ആൻഡ് അക്കിറ്റോഫൽ, Flecknoe, അപ്പൊ നമ്മളത് വിശദമായിട്ട് അതിനെപ്പറ്റി നമ്മൾ സംസാരിക്കും. അപ്പം ഹി മാസ്റ്റേർഡ് ദാറ്റ്. He used heroic couplet to write his poetry, and he made himself the master of the genre satire. The medal and Flecknoe offers no emotional excitement or intellectual complexity. So വളരെ ഫ്രീ ആയിട്ട്, ഒരുപാടൊന്നും ഇതിനെ പോയട്രിനെ ലിമിറ്റ് ചെയ്യാതെ എന്താണോ ഒരു സറ്റയർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിന്റെ എഫക്റ്റ് മാക്സിമം കിട്ടുന്ന രീതിയിലാണ് അദ്ദേഹം അതൊക്കെ എഴുതിയിട്ടുള്ളത്. ഹിസ് പോയട്രി വാസ് ഫാക്ച്വൽ, ക്ലിയർ, concentrated expression. He initiated neoclassicism in poetry after Johnson. Heroic stanzas on the death of Oliver Cromwell. അത് നേരത്തെ പറഞ്ഞു, ഒലിവർ ക്രോംവെൽ ആക്ച്വലി he was against the rule of king. ചാൾസ് സെക്കൻഡിന്റെ ബിഹെഡിൽ അവസാനിച്ച ഇംഗ്ലീഷ് സിവിൽ വാർ ലീഡ് ചെയ്ത ആളാണ് ഒലിവർ ക്രോംവെല്. അപ്പോൾ ഒലിവർ ക്രോംവെൽ അധികാരത്തിലിരിക്കുമ്പോൾ ഡ്രൈഡൻ വാസ് കൈൻഡ് ഓഫ് എ സപ്പോർട്ടർ ഓഫ് ഒലിവർ ക്രോംവെൽ. Then when the king came back, he switched his allegiance. മനസ്സിലായോ? അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത്. ആ ഒരു ചെറിയൊരു അദ്ദേഹത്തിന് കൺവീനിയന്റ് ആയെന്ന രീതിയിൽ അദ്ദേഹത്തിന് ഈ ഒരു അലീജിയൻസും ഇൻട്രസ്റ്റും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും സ്വിച്ച് ചെയ്യുന്നതിൽ ഡ്രൈഡന് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല.
ആസ്ട്രേലിയയുടെ കാര്യം ഞാൻ പറഞ്ഞു, അതിവിടെ കൊടുത്തിട്ടുണ്ട്. ഇറ്റ് ഈസ് എ റോയലിസ്റ്റ് പാനജറിക് ഫോർ ചാൾസ് സെക്കൻഡ്. പാനജറിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഡേറ്ററി, ഒരാളെ പുകഴ്ത്തിക്കൊണ്ട് എഴുതുന്ന poetic piece ആണ് പാനജറിക് എന്ന് പറയുന്നത്. ഇറ്റ് ഇൻവോക്സ് റോമൻ ഐഡിയൽസ് ഓഫ് ദ റിട്ടേൺ ഓഫ് എ ഗോൾഡൻ ഏജ് അണ്ടർ ഓഗസ്റ്റസ് സീസർ ഇൻ ഓർഡർ ടു എൻകറേജ് സിമിലർ ഹോപ്സ് ഫോർ ഇംഗ്ലണ്ട്സ് ഫ്യൂച്ചർ. അതായത് ജൂലിയസ് സീസറിന്റെ മുമ്പ് ഓഗസ്റ്റസ് സീസറിന്റെ സമയത്ത് റോം ഭയങ്കരമായിട്ട് ഡെവലപ്പ് ചെയ്തായിരുന്നു. അപ്പൊ ആ സമയത്ത് ആർട്ടും ലിറ്ററേച്ചറും ഒക്കെ വല്ലാതെ ഫ്ലറിഷ് ചെയ്തൊരു സമയമുണ്ട്. സോഷ്യൽ ലൈഫ് ഒക്കെ ബെറ്റർ ആയി. റോം അതിന്റെ എക്സ്റ്റെൻഡ് ചെയ്തു, അവരുടെ ടെറിട്ടറീസ് എക്സ്റ്റെൻഡ് ചെയ്തു. യൂറോപ്പിലേക്കും യൂറോപ്പിന്റെ പല ഭാഗത്തേക്കും റോമൻ റൂള് വന്നു. അപ്പം അതേപോലെ തന്നെ ചാൾസ് സെക്കൻഡിന്റെ കംബാക്ക് ടു ദ ഇംഗ്ലീഷ് ത്രോൺ, അത് സിമിലർ ഹോപ്സ് ഇംഗ്ലണ്ടിനും കൊടുക്കും, അല്ലെങ്കിൽ അത് ആ രീതിയിലുള്ള ഒരു ഉന്നമനം ഇംഗ്ലണ്ടിനും ഉണ്ടാവും എന്നുള്ള രീതിയിൽ ആ ഒരു അതിൽ നിന്ന് ഇൻസ്പയർഡ്, ഓഗസ്റ്റസ് സീസണോട് ഉപമിച്ചുകൊണ്ടാണ് ആസ്ട്രിയ റെഡു എന്ന് പറഞ്ഞിട്ടുള്ള പോയം അദ്ദേഹം എഴുതിയിരിക്കുന്നത്. ഇനി അദ്ദേഹത്തിന്റെ അനസ് മിറാബിലിസ് എന്ന് പറഞ്ഞാൽ ഏത് വർഷമാണ്? അനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയർ എന്നാണ് മീനിങ്. അപ്പോൾ ഇറ്റ് ഈസ് എ ലാറ്റിൻ ഫ്രേസ് വിച്ച് ഹാസ് എ മീനിങ് വണ്ടർഫുൾ ഇയർ. അപ്പോൾ 1666 ആണ് ഹു കൺസിഡർഡ് ദ അനസ് മിറാബിലിസ് ഈ ജോൺ ഡ്രൈഡൻ. അതിന് കാരണം 1660s വാസ് എ ഇയർ ബിസെറ്റ് വിത്ത് കലാമിറ്റീസ്. ഗ്രേറ്റ് ഫയർ ഓഫ് ലണ്ടൻ, 5 ദിവസം നീണ്ടു നിന്ന ഒരു വലിയ ഫയർ ഉണ്ടായി. 13,000 ഹൗസസ് വെയർ ബേൺ ഡൗൺ. ഒരുപാട് ആൾക്കാർ അതിൽ മരിച്ചു. പിന്നെ നേവൽ വാർ വിത്ത് ദ ഡച്ച്, ഇതൊക്കെ അതിന്റെ ഒരു കോൺഫ്ലിക്റ്റിംഗ് ആയിട്ടുള്ള ഒരു സമയമായിരുന്നു 1666. എന്നിട്ടും അദ്ദേഹം അനസ് മിറാബിലിസ് എന്ന് പറഞ്ഞിട്ട് ഒരു വർക്ക് എഴുതാൻ കാരണം എന്തുകൊണ്ടാണ്? അത്രയും കലാമിറ്റീസും കോൺഫ്ലിക്ട്സും ഒക്കെ ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് he considered 1616 as an Annus Mirabilis? 666 എന്ന് പറയുന്നത് is the number of the beast, and people thought the year to be totally disastrous. Dryden interpreted the absence of great disaster as miraculous invention by God. Ambitious historical poem in 304 quatrains, strong dignified tone characteristic of Dryden begins to appear. So Annus Mirabilis 1666 in spite of the war with the Dutch, in spite of the great fire which wreaked havoc in the city of London, അദ്ദേഹം ഇതില് ഇത്രയും അല്ലേ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഇത്രയും നാശങ്ങളൊക്കെ പറ്റുള്ളൂ. 666 എന്ന് പറയുന്ന ഒരു ബീസ്റ്റിന്റെ നമ്പർ ആയ സ്ഥിതിക്ക് ഇതിലും ഡിസാസ്റ്റർസ് ആയിട്ടുള്ള എന്തൊക്കെയോ പറ്റാമായിരുന്നു. അത് ദൈവത്തിന്റെ ഇടപെടൽ കൊണ്ട് ഉണ്ടായില്ല എന്നുള്ള രീതിയിലുള്ള ഒരു പോസിറ്റീവ് രീതിയിലാണ് അദ്ദേഹം ആ ഒരു വർഷത്തെ കണ്ടത്. അങ്ങനെയാണ് അതുകൊണ്ടാണ് അദ്ദേഹം എന്റെ അനസ് മിറാബിലസിനെ 1666 എന്ന ഇയറിനെ അദ്ദേഹം അനസ് മിറാബിലസ് എന്ന് വിളിച്ച് അതിന് ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ട് അദ്ദേഹം ഒരു പോയം എഴുതുന്നത്. ഇനി അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വർക്കുകളിലേക്ക് നമുക്ക് കടക്കാം. അതിൽ ആദ്യത്തേതാണ് Absalom and Achitophel. With this poem, he enters the realm of satirical and argumentative verse, which is where Dryden truly belongs as a poet. So even though he wrote different genres, or even though he tried and mastered different styles of literary writing, അദ്ദേഹത്തെ ഇപ്പോഴും അറിയപ്പെടുന്നതും ആൻഡ് അദ്ദേഹത്തിന്റെ ആ ഒരു മാസ്റ്ററി ഇപ്പോഴും അസോസിയേറ്റ് ചെയ്യുന്നതും സറ്റേറിക്കൽ പോയമായിട്ടാണ്. ഒരു സറ്റയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഏതെങ്കിലും ഒരു വിഷയത്തെ സംബന്ധിച്ച് അതിനെ കളിയാക്കിക്കൊണ്ട് അല്ലെങ്കിൽ മറ്റ് സിറ്റുവേഷനുമായിട്ട് ഉപമിച്ചുകൊണ്ട് അതിനെ ക്രിട്ടിസൈസ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു തമാശ രൂപേണ എഴുതുന്ന ഒരു വർക്കിനെയാണ് നമ്മൾ സറ്റയർ എന്ന് പറയുന്നത്. ഓക്കെ, ഇതൊരു സറ്റേറിക്കൽ അലഗറിയാണ്. ഇപ്പം ടൈറ്റിൽ പറഞ്ഞിരിക്കുന്ന പോലെ അബ്സാലം അക്കിറ്റോഫൽ 2 ക്യാരക്ടേഴ്സ് ആണ്. അവര് റിയൽ ലൈഫിലുള്ള ആൾക്കാരിനെ റെപ്രസെന്റ് ചെയ്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഇമാജിനറി ടൈറ്റിൽസ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് തന്നെ ഒരു അലഗറി എന്ന് പറയുന്നത്. ഇതൊരു ജുവനൈൽ സറ്റയറാണ്. ജുവനൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ചൈൽഡിഷ് ആയിട്ടുള്ള, ഒരുപാട് കോംപ്ലക്സ് ഒന്നുമല്ല. നമ്മൾ പറഞ്ഞ പോലെ ഡ്രൈഡന്റെ ഒരു വളരെ എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള ഒരു സ്റ്റൈൽ ഉണ്ട്, അത് ഇതിൽ വന്നിട്ടുണ്ട്. ഹി യൂസ്ഡ് ഹീറോയിക് കപ്ലെറ്റ്. ഇതിനൊരു എപ്പിക് തീമാണുള്ളത്. admirably controlled verse, balanced phrases. The poem celebrates Charles II's victory over his enemies in the exclusion crisis. Exclusion crisis, അത് ചാൾസ് സെക്കൻഡ് അധികാരത്തിൽ വരുന്ന സമയത്ത് കുറെ അധികം പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. കാരണം പ്യൂരിറ്റൻസ് വാസ് ദ പ്യൂരിറ്റൻ ഇന്റേർനം, ഒലിവർ ക്രോംവെലിന്റെ പ്യൂരിറ്റൻ ഇന്റേർനം
പ്യൂരിറ്റൻ ഫെയ്ത്ത് ആണ് ഫോളോ ചെയ്തിരുന്നത്. കാത്തലിസിസം, ആംഗ്ലിക്കാനിസം അങ്ങനെയുള്ള ബാക്കി ഫെയ്ത്തുകളെയൊക്കെ, ബാക്കി റിലീജിയസ് സെക്ഷൻസിനെയൊക്കെ, ഫാക്ടേഴ്സിനെയൊക്കെ ഇവര് കുറെ അധികം ലിമിറ്റ് ചെയ്തിരുന്നു, കൺട്രോൾ ചെയ്തിരുന്നു. അതിൽ നിന്നും തിരിച്ച് രാജഭരണത്തിലേക്ക് വരുമ്പോൾ, ചാൾസ് സെക്കൻഡ് സമയത്തിലേക്ക് വരുമ്പോഴത്തേക്കും കുറെ ഈ ആംഗ്ലിക്കൻ ചർച്ചിനെ, ഇംഗ്ലീഷ് ചർച്ചിനെ തന്നെ വീണ്ടും റിസ്റ്റോർ ചെയ്യുന്നു. ഈവൻ ദോ ഹി വാസ് സീക്രട്ട്ലി എ കാത്തലിസ്റ്റ്, he knew that in order to maintain a healthy relationship with the parliament and with the people, and in order for the people to live content and in order to coexist in a peaceful manner, പഴയ കാര്യങ്ങളൊക്കെ തിരിച്ചു കൊണ്ടുവന്നാലേ പറ്റുള്ളൂ എന്ന് മനസ്സിലാക്കിയിട്ടാണ് ഈ ഇംഗ്ലീഷ് ചർച്ചിനെ ഇപ്പോൾ റിസ്റ്റോർ ചെയ്യുന്നത്. അതുപോലെ തന്നെയുള്ള ഒരു പ്രശ്നമായിരുന്നു ഈ അങ്ങനെ കുറേ അധികം കോൺഫ്ലിക്റ്റുകൾ ഡീൽ ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ ചാൾസ് സെക്കൻഡിന് വന്നിട്ടുണ്ട്. അതേപോലത്തെ സിമിലർ ആയിട്ടുള്ള ഒരു പ്രശ്നമായിരുന്നു ഈ എക്സ്ക്ലൂഷൻ ക്രൈസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ ഈ എക്സ്ക്ലൂഷൻ ക്രൈസിസ് എന്താണെന്ന് നമുക്ക് നോക്കാം. The Whig agitation to exclude from succession to the throne Charles II's brother James, to encourage Charles's illegitimate son, the Duke of Monmouth, to claim the throne. അതായത് ചാൾസ് സെക്കൻഡിന്റെ ബ്രദർ ജെയിംസിനെ, ഒരു റോമൻ കാത്തലിക് ആണ് അദ്ദേഹം, ഒരു റോമൻ പറഞ്ഞല്ലോ, ചാൾസ് സെക്കൻഡ് കാത്തലിക് റിലീജിയൻ ആയിരുന്നു സീക്രട്ട്ലി ഫോളോ ചെയ്തിരുന്നത്. ഹി വാസ് ഇൻ ഫേവർ ഓഫ് കാത്തലിക് റിലീജിയൻ, ബട്ട് ഹി റീഎസ്റ്റാബ്ലിഷ് ദ ഇംഗ്ലീഷ് ആംഗ്ലിക്കൻ ചർച്ച് ഇൻ ഇംഗ്ലണ്ട് ജസ്റ്റ് ആഫ്റ്റർ ഹിസ് റിസ്റ്ററേഷൻ. അപ്പൊ അദ്ദേഹത്തിന്റെ ബ്രദറിനെ എക്സ്ക്ലൂഡ് ചെയ്യുക. അടുത്ത സക്സഷൻ, ഓരോ ആളുടെ റൈറ്റ്ഫുള്ളി ഇതൊരു സക്സഷൻ എന്ന് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രീവിയസ് പ്രെഡിസസർ ആയിട്ടുള്ള കിങ് ആരാണോ അയാളുടെ ലൈനിൽ വരുന്ന ഏറ്റവും മുതിർന്ന മകൻ, അയാളാണ് അടുത്ത കിങ്. അങ്ങനെയാണ് സക്സഷൻ ലൈൻ വരുന്നത്. അപ്പം ചാൾസ് സെക്കൻഡിന് ശേഷം അദ്ദേഹത്തിന്റെ ബ്രദർ ജെയിംസ് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സമ്മർദ്ദമായിരുന്നു എക്സ്ക്ലൂഷൻ ക്രൈസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഈ ചാൾസിന് ഒരു ഇലെജിറ്റിമേറ്റ് സൺ ഉണ്ട്. അപ്പോൾ അയാള് ഡ്യൂക്ക് ഓഫ് മോൺമത്ത് ആണ്. അപ്പൊ ഈ ഡ്യൂക്ക് ഓഫ് മോൺമത്തിനെ ആയിരുന്നു വിഗ്സ് സപ്പോർട്ട് ചെയ്തിരുന്നത്. 1660s റിസ്റ്ററേഷന് ശേഷം ഈ പൊളിറ്റിക്കൽ സെക്ഷൻ അല്ലെങ്കിൽ ഇംഗ്ലീഷ് പൊളിറ്റിക്കൽ എൻറ്റയർ ആ ഒരു പൊളിറ്റിക്സ് എന്ന് പറഞ്ഞത് ഒരു രണ്ട് വിഭാഗമായിട്ട് സ്പ്ലിറ്റ് ചെയ്തു, വിഗ്സ് ആൻഡ് ടോറീസ് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ വിഗ്സ് എന്ന് പറയുന്നത് വളരെ ലിബറൽസ് ആയിട്ടുള്ള പാർലമെന്റ് റൂൾ സപ്പോർട്ട് ചെയ്തിരുന്ന ആൾക്കാരുടെ ഒരു ഗ്രൂപ്പ് ആയിരുന്നെങ്കിൽ ടോറീസ് എന്ന് പറയുന്നത് വളരെ കൺസർവേറ്റീവ് ആയിട്ടുള്ള റോയലിസ്റ്റ്സ് ആയിരുന്നു. അപ്പോ ഈ വിഗ്സ് വേഴ്സസ് ടോറി അങ്ങനത്തെ ഉള്ള ഒരു കോൺഫ്ലിക്റ്റ് എപ്പോഴും ഈ ഇംഗ്ലീഷ് ഹിസ്റ്ററിയിലുടനീളം അത് നമുക്ക് പല രീതിയിൽ നമുക്ക് കാണാം. അതിന്റെ പല റൈറ്റേഴ്സും, ചില ടോറി റൈറ്റേഴ്സ് ഉണ്ടായിരുന്നു, ചില വിഗ് റൈറ്റേഴ്സ് ഉണ്ടായിരുന്നു. അപ്പൊ അവർ തമ്മിലുള്ള ചില കോൺഫ്ലിക്റ്റുകളൊക്കെ ഈ നമ്മൾ നേരത്തെ പറഞ്ഞ പാംപ്ലെറ്റ് വോറായിട്ടും അല്ലാണ്ട് ഈ പറയുന്ന സട്ടേഴ്സിന്റെ രൂപത്തിലും ഒക്കെ പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ ആ എക്സ്ക്ലൂഷൻ ക്രൈസിസ് ചാൾസ് സെക്കൻഡ് നേരിട്ടു ആൻഡ് ഹി കെയിം ഔട്ട് സക്സസ്ഫുള്ളി. അപ്പം ആ ഒരു സമയത്താണ് അബ്സാലം ആൻഡ് അക്കിറ്റോഫൽ എന്നുള്ള വർക്ക്, അതിനെ സെലിബ്രേറ്റ് ചെയ്തുകൊണ്ടാണ് അബ്സാലം ആൻഡ് അക്കിറ്റോഫൽ എന്നുള്ള വർക്ക് ജോൺ ഡ്രൈഡൻ എഴുതുന്നത്. ആൻഡ് he took the Tory side. But remember that when Oliver Cromwell was the Lord Protector, he was in support of his rule. And immediately after Charles II took the throne, he switched his side. And Dryden emerges as the champion of monarchy, retaliates against Dryden's political and literary enemies. അപ്പം ഈ ഒരു വർക്കിൽ കൂടി അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ എനിമീസിനെയും ലിറ്റററി എനിമീസിനെയും ഒക്കെ അദ്ദേഹം റെഡിക്യൂൾ ചെയ്യുകയും സറ്ററൈസ് ചെയ്യുകയും ചെയ്യുന്നു. അപ്പം അബ്സാലം ആൻഡ് അക്കിറ്റോഫലിന്റെ പ്ലോട്ടും അതിലെ ക്യാരക്ടേഴ്സിനെയും നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. The biblical story of the rebellion of Absalom, helped by his advisor Achitophel against his father King David, is applied to the contemporary situation. അപ്പം ഒരു ബിബ്ലിക്കൽ സ്റ്റോറി എടുത്തിട്ട് അതിലുള്ള ക്യാരക്ടേഴ്സിനെ കോണ്ടംപററി സെറ്റിംഗിൽ കോണ്ടംപററി സെറ്റിംഗ്സ് പറയുമ്പോൾ 1660s ഇംഗ്ലീഷ് സെറ്റിംഗ്സിലേക്ക് അദ്ദേഹം കൊണ്ടുവരികയാണ്. അപ്പൊ അതിനകത്ത് ഡേവിഡ് എന്ന് പറയുന്നത് കിങ് ചാൾസ് സെക്കൻഡ് ആണ് ഒബ്വിയസ്ലി. അക്കിറ്റോഫൽ എന്ന് പറയുന്നത് ആന്റണി ആഷ്ലി കൂപ്പർ ആണ്, ദ ഫസ്റ്റ് ഏൾ ഓഫ് ഷാഫ്റ്റ്സ്ബറി, ഹു എൻകറേജ് മോൺമൗത്ത് ടു റിബൽ, പോർട്രേറ്റ് ലൈക്ക് മിൽട്ടൺ സൈറ്റൻ. കാരണം ഡ്യൂക്ക് ഓഫ് മോൺമൗത്ത് എന്ന് പറയുന്നത് ഈ ചാൾസ് സെക്കൻഡിന്റെ ഇലെജിറ്റിമേറ്റ് സൺ ആണ്. അപ്പം ചാൾസ് സെക്കൻഡിന്റെ ബ്രദർ ജെയിംസ്, ഹു വാസ് എ കാത്തലിക്, അധികാരത്തിൽ വരാതിരിക്കാൻ വേണ്ടിയിട്ട് മോൺമൗത്തിനോട് റെബൽ ചെയ്യാൻ പറയുന്നു. അത്
നമ്മുടെ മിൽട്ടന്റെ സറ്റാനുമായിട്ടുള്ളതൊക്കെ ഒരു അലൂഷനും അങ്ങനെയൊക്കെ കൊടുത്തിട്ടാണ് അത് പറയുന്നത്. ഇനി അബ്സാലം എന്ന് പറയുന്നത് ഡ്യൂക്ക് ഓഫ് ജെയിംസ് കോട്ട് ആണ്, ഡ്യൂക്ക് ഓഫ് മോൺമോത്ത്, ചാൾസസ് ഇലെജിറ്റിമേറ്റ് സൺ. ഇതിൽ സിംറി എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ ഉണ്ട്, അത് ബക്കിംഗ്ഹാം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റിയൽ ലൈഫ് പേഴ്സൺ ആണ്. എ വിഗ് ഹു ഹാഡ് റിട്ടൺ ദ പ്ലേ ദ റിഹേഴ്സൽ സറ്ററൈസിങ് ഡ്രൈഡൻ. ഇതിനു മുമ്പ് റിഹേഴ്സൽ എന്ന് പറഞ്ഞിട്ടൊരു പ്ലേ ഡ്രൈഡനെ സറ്ററൈസ് ചെയ്തുകൊണ്ട് ബക്കിംഗ്ഹാം എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പം അദ്ദേഹത്തിന് പൊളിറ്റിക്കൽ ആസ് വെൽ ആസ് ലിറ്റററി എനിമീസിനെ എല്ലാം ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ട് അവരെയൊക്കെ അറ്റാക്ക് ചെയ്യണം, വെഹമെന്റ്ലി ക്രിട്ടിസൈസിങ് ആൻഡ് അറ്റാക്കിങ് ഓൾ ഓഫ് ദം. ഇനി ഇതിനകത്ത് ഇസ്രായേൽ എന്ന് പറഞ്ഞിട്ടുള്ളത് ഇംഗ്ലണ്ടിനെ പറ്റിയിട്ടാണ്. ജെബുസൈറ്റ്സ് റെപ്രസെന്റ് ചെയ്യുന്നത് റോമൻ കാത്തലിക്സിനെയാണ്. ജെറുസലേം എന്നുള്ള ഒരു പ്ലേസിനെ പറ്റിയിട്ട് ഈ പോയത്തിൽ വരുന്നുണ്ട്, അത് ലണ്ടൻ ആണ്. അപ്പൊ ഇതൊക്കെയാണ് അതിനകത്തുള്ള പ്ലോട്ട്സും ക്യാരക്ടേഴ്സും. ഇനി അടുത്ത അദ്ദേഹത്തിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വർക്കാണ് ഫ്ലെക്നോ. ഇതിന് സബ് ടൈറ്റിൽ എന്ന് പറയുന്നത് എ സറ്റയർ അപ്പോൺ ദ ട്രൂ ബ്ലൂ പ്രൊട്ടസ്റ്റന്റ് പോയറ്റ് ടി.എസ്. ദ നെയിം ഈ ഫ്ലെക്നോ എന്ന് പറയുന്ന ആ ഒരു ടൈറ്റിലിന്റെ മീനിങ് എന്ന് പറയുന്നത് സൺ ഓഫ് ഫ്ലെക്നോ എന്നാണ്. ഡ്രൈഡൻ പോർട്രേസ് ഷാഡ്വെൽ, ഇതും ഒരു റിയൽ ലൈഫ് ക്യാരക്ടർ ആണ്. ഷാഡ്വെൽ ഹു വാസ് എ പൊളിറ്റിക്കൽ enemy of Dryden. Dryden portrays Shadwell as having inherited the stupidity of an Irish priest named Flecknoe, who thought of himself as a poet and who had recently died. Theme is the choice of Shadwell by Flecknoe as his heir to the kingdom of nonsense and dullness in prose and verse. അപ്പം ഒരു റിയൽ ലൈഫ് പോയിറ്റ് ഉണ്ടായിരുന്നു, ഒരു ഐറിഷ് പോയിറ്റ് ഫ്ലെക്നോ എന്ന് പറഞ്ഞിട്ട്, ഹു വാസ് കൺസിഡേർഡ് ആസ് എ സബ്സ്റ്റാൻഡേർഡ് റൈറ്റർ. അപ്പം he was just died. ഈ ഫ്ലെക്നോ റീസെന്റ് മരിച്ചു. അപ്പം ഈ ഷാഡ്വെല്ലിനെ, ഇദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ എനിമിയെ, ഡ്രൈഡന്റെ പൊളിറ്റിക്കൽ എനിമിയെ ഫ്ലെക്നോന്റെ പാസേജിന് ശേഷം, ഫ്ലെക്നോന്റെ ഡിപ്പാർട്ടിങ്ങിന് ശേഷം അദ്ദേഹത്തിന്റെ വർക്ക്സ് ഒക്കെ ഒരു സബ്സ്റ്റാൻഡേർഡ് വർക്ക്സ് ആയിരുന്നു. അപ്പോ അത് കുറെ സ്റ്റുപ്പിഡ് ആയിട്ടുള്ള എക്സ്പ്രഷൻസും അങ്ങനെ. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസിലേക്ക് അധികം ഞാൻ പോകുന്നില്ല. അപ്പോ ഫ്ലെക്നോന്റെ പാസേജിന് ശേഷം ഷാഡ്വെല്ലിനെയാണ് ഫ്ലെക്നോന്റെ അനന്തരാവകാശിയായിട്ട് എയറായിട്ട് തിരഞ്ഞെടുക്കുന്നത് എന്നുള്ള ഒരു കോൺസെപ്റ്റിലാണ് ഫ്ലെക്നോ എഴുതിയിരിക്കുന്നത്. ആൻഡ്രൂ മാർവൽ ഹാഡ് റിട്ടൺ a mocking poem about Flecknoe, and his name had become synonymous with bad poetry. ആൻഡ്രൂ മാർവലിനെ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, മെറ്റാഫിസിക്കൽ പോയറ്റ്സിൽ ഒരാളാണ് ആൻഡ്രൂ മാർവൽ. ആൻഡ്രൂ മാർവൽ ഓൾറെഡി തന്നെ ഈ പറയുന്ന ഐറിഷ് റൈറ്ററിനെ പറ്റിയിട്ട്, ഫ്ലെക്നോ എന്ന് പറയുന്ന സബ്സ്റ്റാൻഡേർഡ് ഐറിഷ് റൈറ്ററെ പറ്റിയിട്ട് ഒരു പോയം എഴുതിയിരുന്നു. ആൻഡ് ത്രൂ ദാറ്റ് പോയം ഫ്ലെക്നോ became synonymous with bad poetry. അപ്പം there are good writers and bad writers, right? അപ്പോൾ ഫ്ലെക്നോ ഒരു ബാഡ് റൈറ്റർ ആണ്. അപ്പൊ ഷാഡ്വെല്ലിനെ എങ്ങനെ അറ്റാക്ക് ചെയ്യാം? ഫ്ലെക്നോയുടെ മരണത്തിന് ശേഷം ഫ്ലെക്നോന്റെ ഈ സ്റ്റുപ്പിഡിറ്റിയും ഫ്ലെക്നോന്റെ മണ്ടത്തരങ്ങളും ഫ്ലെക്നോയുടെ സില്ലിനെസ്സും ഒക്കെ ഇൻഹെറിറ്റ് ചെയ്തത് ഷാഡ്വെൽ ആണെന്നുള്ള രീതിയിൽ അദ്ദേഹം എഴുതുകയാണ്. അതുകൊണ്ടാണ് ഈ ടൈറ്റിൽ ഇട്ടേക്കുന്നത് ഫ്ലെക്നോ. അപ്പൊ ഷാഡ്വെൽ ഈസ് ദ സൺ ഓഫ് ഫ്ലെക്നോ, അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. Dryden's deadly weapon is the tone of ironic politeness, as in Parisian satire. Model for Pope's Dunciad. അപ്പോൾ നമ്മൾ ലേറ്റർ വരാൻ പോകുന്ന റൈറ്ററാണ് അലക്സാണ്ടർ പോപ്പ്. ഹി വാസ് ഓൾസോ എ സറ്റാരിസ്റ്റ്. അദ്ദേഹത്തിന്റെ പ്ലേസ് ലിറ്ററേച്ചറിലുണ്ട്. അപ്പം ഈ പറയുന്ന വർക്കാണ് ഡൻസിയാഡ് എന്ന് പറഞ്ഞിട്ടുള്ള പോപ്പിന്റെ സറ്റയറിന് മോഡലായിരിക്കുന്നത്. അതിനെപ്പറ്റി നമുക്ക് കൂടുതലായിട്ട് മനസ്സിലാക്കാം. അപ്പോൾ ഫ്ലെക്നോന്റെ ഓപ്പണിംഗ് ലൈൻസും ഷാഡ്വെല്ലിനെ ഫ്ലെക്നോ തന്റെ എയറായിട്ട് ചൂസ് ചെയ്യുന്നതുമായിട്ടുള്ള കുറച്ച് ലൈൻസ് 2 സെക്ഷനായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒരു എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂ നമ്മൾ നോക്കുമ്പോൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഇങ്ങനെ തന്നിട്ട് ഇത് ഏത് സിറ്റുവേഷൻ ആണ് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് ആ 2 സെക്ഷൻ നമുക്ക് നോക്കാം. ഇത് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഓപ്പണിംഗ് ലൈൻ ആണ്, അതും കൂടി ഓർക്കാം. All human things are subject to decay, and when fate summons, monarchs must obey. This Flecknoe found, who, like Augustus, young as called to empire and had governed long, in prose and verse was found without dispute through all the realms of nonsense absolute. This aged prince now flourished in peace and blessed with issue of a large increase. Worn out with business, did at length debate to settle the succession of the state. അപ്പോൾ ഓൾ ഹ്യൂമൻ തിങ്സ് ആർ സബ്ജക്ട് ടു ഡീകെ. അപ്പൊ എല്ലാ മനുഷ്യരും
if we are alive, at some point of time we have to die. അപ്പം അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നാൽ ആരെ തിരഞ്ഞെടുക്കണം? ആ തിരഞ്ഞെടുക്കുന്ന ആള് സ്റ്റുപ്പിഡിറ്റിന്റെയും നോൺസെൻസിന്റെയും ഒക്കെ ഒരു അബ്സൊല്യൂഷൻ ആയിരിക്കണം. അങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോഴത്തേക്കും എങ്ങനെയെങ്കിലും ആ സ്റ്റേറ്റ്, അപ്പം ഒരു സ്റ്റേറ്റ് ഈസ് when a king dies, the state is left unattended, right? അപ്പോൾ അതിന് മുമ്പ് ഒരാളെ തിരഞ്ഞെടുക്കണം എന്നുള്ളതാണ്. എൻ്റെ ഓപ്പണിംഗ് ലൈൻ അങ്ങനെ തുടങ്ങുകയാണ്. എന്നിട്ട് ഫ്ലെക്നോ ഷാഡ്വെല്ലിനെ ചൂസ് ചെയ്യാണ് അദ്ദേഹത്തിന്റെ എയർ ആയിട്ട്. ആൻഡ് പോണ്ടറിംഗ് വിച്ച് ഓഫ് ഓൾ ഹിസ് സൺസ് വാസ് ഫിറ്റ് ടു റെയിൻ ആൻഡ് വേജ് ഇമോർട്ടൽ വാർ വിത്ത് വിറ്റ്. വിറ്റ് എന്ന് പറഞ്ഞാൽ ഇന്റലിജൻസ്. അപ്പം ഇമോർട്ടൽ വാർ വിത്ത് വിറ്റ് എന്ന് പറയുമ്പോൾ ഇന്റലിജൻസിനെയും കോമൺ സെൻസിനെയും ഒക്കെ ആര് നന്നായിട്ട് എതിരിടും? അപ്പോൾ അങ്ങനെയുള്ള ഇന്റലിജൻസിനെയും കോമൺ സെൻസിനെയും ഒക്കെ എതിരിടുന്ന ഒരാളെന്ന് പറയുന്നത് ഒരു ഫൂൾ ആയിരിക്കുമല്ലോ ബേസിക്കലി. അപ്പോൾ ആൻഡ് പോണ്ടറിംഗ് വിച്ച് ഓൾ ഓഫ് ഹിസ് സൺസ് വാസ് ഫിറ്റ് to reign and wage immortal war with wit, cried, it's resolved. അപ്പൊ ആ ഒരു എക്സൈറ്റ്മെന്റ് ഒക്കെ അവിടെ വന്നിട്ടുണ്ട്. ഫോർ നേച്ചർ പ്ലീഡ്സ്, അത് എന്താ പറയുന്നത്, നാച്ചുറലി തന്നെ അത് പ്ലീഡ് ചെയ്യാണ്, പ്രകൃതി തന്നെ പ്ലീഡ് ചെയ്യാണ്. എന്തിന്? ദാറ്റ് ഹീ ഷുഡ് ഓൺലി റൂൾ ഹു മോസ്റ്റ് റിസംബിൾസ് മീ. എന്നെ ഏറ്റവും നന്നായി റിസംബിൾ ചെയ്യുന്ന ആൾ ആരാണോ അയാൾ തന്നെ എനിക്ക് ശേഷം വരണം. ഷാഡോ alone my perfect image bears, mature in dullness from his tender years. Shadwell alone of all my sons is he who stands confirmed in full stupidity. അപ്പൊ ആരാണ് അങ്ങനെയുള്ള ഒരാള്? ഏറ്റവും എന്നെ ഫ്ലെക്നോ എന്ന് പറയുന്നത് ഫ്ലെക്നോ എന്ന് പറയുന്നതിനെ മനസ്സിലാക്കുക, ഒരു ഐറിഷ് പോയറ്റ് ആയിരുന്നു. He was already ridiculed by Andrew Marvell in one of his poetry and he became synonymous with that poetry. അപ്പൊ അങ്ങനെയുള്ള ഒരാള് എന്നെ റിസംബിൾ ചെയ്യുന്നത് ഏറ്റവും മോസ്റ്റ് 100% റിസംബിൾ ചെയ്യുന്ന ആളിനെ വേണം ഞാൻ സെലക്ട് ചെയ്യാൻ. അങ്ങനെയുള്ള ആളാരാണ്? ഷാഡ്വെൽ ആണ്. ഷാഡ്വെൽ alone my perfect image bears, mature in dullness from his tender years. Shadwell alone of all my sons, എൻ്റെ എല്ലാ മക്കളിലും is he who stands confirmed in full stupidity. ഫുൾ സ്റ്റുപ്പിഡിറ്റി കൺഫേം ചെയ്യുന്ന ഒരേ ഒരാളാരാണ് ഷാഡ്വെൽ. അപ്പൊ ഈ രീതിയിലാണ് ഡ്രൈഡൻ ആരെ അറ്റാക്ക് ചെയ്യുന്നത്? അദ്ദേഹത്തിന്റെ എനിമീസിനെ, അദ്ദേഹത്തിന്റെ ഓപ്പണൻസിനെയൊക്കെ അറ്റാക്ക് ചെയ്യുന്നത്. വാക്ചാതുരി കൊണ്ട് അദ്ദേഹത്തിന്റെ എനിമികളെ ഒക്കെ, അവരുടെ ഇമേജിനെ ഒക്കെ അദ്ദേഹം പൊളിക്കുകയാണ്. ഈ അദ്ദേഹത്തിന്റെ മറ്റ് ചില വർക്കുകളിലേക്ക് നമുക്ക് പോവാം. അടുത്തതാണ് റിലീജിയോ ലൈച്ചി ഓർ എ layman's faith. This is a discourse on religion supporting Anglicanism. അപ്പോൾ ഒലിവർ ക്രോംവെലിന്റെ സമയത്ത് പ്രൊട്ടസ്റ്റന്റിസം, പ്യൂരിറ്റനിസം സപ്പോർട്ട് ചെയ്തിരുന്ന ആള് പിന്നെ ചാൾസിന്റെ സമയത്ത് ആംഗ്ലിക്കനിസ്റ്റ് സപ്പോർട്ട് ചെയ്തുകൊണ്ട് എഴുതി. ഹ്യൂമൻ റീസൺ ഈസ് പ്രസന്റഡ് ആസ് ഫാലിബിൾ. dim as the borrowed beam of, അതിനകത്തൊരു ലൈനാണ്, dim as the borrowed beam of moon and stars, the lonely weary wandering travelers is reason to the soul. ഇത് a rebelled religion as necessary, tradition is presented as uncertain. These are reasons for supporting Anglican Church. അപ്പൊ ഈ രണ്ട് ഗ്രൗണ്ട്സിലാണ് അദ്ദേഹം ആംഗ്ലിക്കൻ ചർച്ചിനെ സപ്പോർട്ട് ചെയ്യുന്നത്. Dryden's argument has been criticized as neither profound nor wholly logical. And Dryden joined the Catholic Church in 1686. 1686 അദ്ദേഹം കാത്തലിക് ചർച്ചിൽ ജോയിൻ ചെയ്യുകയാണ്. ഇനി അദ്ദേഹത്തിന്റെ പോയത്തെ പറ്റി പറയുകയാണെങ്കിൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു പോയമാണ് ദ ഹിൻഡ് ആൻഡ് ദ പാന്തർ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇതൊരു അലഗോറിക്കൽ പോയമാണ്, റിട്ടൺ ഇൻ 3 parts. ആർഗ്യുമെന്റ് ഇൻ സപ്പോർട്ട് ഓഫ് റോമൻ കാത്തലിക് ചർച്ച്. റിലീജിയോ ലൈച്ചി ആംഗ്ലിക്കൻ ചർച്ചിനെ സപ്പോർട്ട് ചെയ്യുന്ന എഴുതിയ ഒരു റിലീജിയസ് പാക്ട് ആയിരുന്നെങ്കിൽ ഹിന്ദ് ആൻഡ് ദ പാന്തർ ഒരു കാത്തലിക് ചർച്ചിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള ഒരു അലഗോറിക്കൽ പോയമായിരുന്നു. ഇറ്റ് കോൺട്രിബ്യൂട്ടഡ് ടു എ ഡിബേറ്റ് ദാറ്റ് റേജ്ഡ് ത്രൂ ഔട്ട് ദ നേഷൻ. ഫോം ഓഫ് എ ബീസ്റ്റ് ഫേബിൾ, ഒരു ബീസ്റ്റ് ഫേബിൾ പോലെയാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത്. അതില് ഓരോ ക്യാരക്ടേഴ്സും ഇറ്റ് അലഗറി, റൈറ്റ്? സോ ഇറ്റ് അല്യൂഡ്സ് ടു സംതിങ് എൽസ് ഇൻ ദ റിയൽ ലൈഫ്. അപ്പൊ അതിനകത്ത് ഹിന്ദ് എന്ന് പറയുന്നത് റോമൻ കാത്തലിക് ചർച്ച് ആണ്. പാന്തർ, ദ ബെസ്റ്റ് ഓഫ് ദ ബീസ്റ്റ് ഓഫ് പ്രേ, ഈസ് ദ ചർച്ച് ഓഫ് ഇംഗ്ലണ്ട്. Bear, Independence, Wolves, Presbyterians, Hare, Quakers, Ape, Freethinkers, Lion, King, James II. ചാൾസ് സെക്കൻഡിന് സമയം കഴിഞ്ഞിട്ടാണ് ഇത് എഴുതിയിരിക്കുന്നത്. ജെയിംസ് സെക്കൻഡ് വന്നു. ജെയിംസ് സെക്കൻഡ് വന്ന സമയത്ത് കുറച്ച് ചേഞ്ച് വന്നു, അല്ലെ ജീൻസിലൊക്കെ ചെറിയ
ചേഞ്ചസും വന്നു. അപ്പൊ ഈ പ്രസ്ബിറ്റേറിയൻസ് ക്വേക്കേഴ്സ് ഒക്കെ പറയുന്നത് ഒരു ഗ്രൂപ്പാണ്, ഇൻഡിപെൻഡന്റ് ഗ്രൂപ്പ്സ് ആണ് വിച്ച് ഹാവ് ദെയർ ഓൺ ക്യാരക്ടറിസ്റ്റിക്സ്. അത് റിലീജിയന്റെ ബേസിസിലുള്ള സ്ഥാനങ്ങളാണ്, ഗ്രൂപ്പ്സ് ആണ്, റിലീജിയന്റെ ബേസിസിലുള്ള ഗ്രൂപ്പ്സ് ആണ്. ഇനി അദ്ദേഹത്തിന്റെ മറ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വർക്ക്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. പ്രധാനപ്പെട്ട ഒരു വർക്കാണ് ദ കോൺക്വസ്റ്റ് ഓഫ് ഗ്രനാഡ. ഇതൊരു 2-part ട്രാജഡി ആണ്. Deals with the Spanish conquest of the province of Granada and the Islamic news. In its preface, rules out the principles of heroic drama. So heroic drama എന്ന് പറയുന്ന ഒരു ജോണറിനെ പറ്റിയിട്ടുള്ള എന്തൊക്കെയാണ് ഫോളോ ചെയ്യുന്ന റൂൾസ്, അതെന്തെല്ലാം കാര്യങ്ങളാണെന്നുള്ളതൊക്കെ റൂൾ ഔട്ട് ചെയ്യുന്നത് എവിടെയാണ്? ഈ കോൺസെപ്റ്റ് ഗ്രനാഡ എന്നുള്ള വർക്കിന്റെ, ട്രാജഡി വർക്കിന്റെ പ്രിഫസിലാണ്. ഇനി അദ്ദേഹത്തിന്റെ ഓഫ് ഡ്രമാറ്റിക് പോയസി, ഇതൊരു ക്രിട്ടിക്കൽ വർക്കാണ്. ഡിബേറ്റ് ഓവർ ദ ആൻഷ്യൻ ആൻഡ് ദ മോഡേൺസ്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു, ഒരു ആൻഷ്യൻ റൈറ്റേഴ്സ്, ഈ ക്ലാസിക്കൽ റൈറ്റേഴ്സിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, അവരുടെ കൺവെൻഷൻസ്, ഈ കാര്യങ്ങളൊക്കെ ഓവർ ദ ഇയേഴ്സ് ഒരുപാട് ചേഞ്ചസ് വന്നിട്ടുണ്ട്. ഇപ്പം ബ്ലാങ്ക് വേഴ്സ് ഒക്കെ ഡ്രാമയ്ക്ക് ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളൊരു സമയം ഉണ്ടായിരുന്നു. ആ സമയത്താണ് ക്രിസ്റ്റഫർ മാർലോ came with his mighty lines and made know everyone that blank verse is a perfect vehicle to create drama. അപ്പൊ അതേപോലെ ഒരുപാട് ചേഞ്ചസ് ഉണ്ട്. അപ്പൊ ഈ ഒരു ഡിബേറ്റ്, ഇപ്പം വിച്ച് വൺ ഈസ് ദ ബെസ്റ്റ്, ഐ മീൻ ഏൻഷ്യൻ റൈറ്റേഴ്സ് ആണോ അല്ലെങ്കിൽ മോഡേൺ റൈറ്റേഴ്സ് ആണോ, ഏത് ഭാഗമാണ് നല്ലത് എന്നുള്ള രീതിയിലുള്ള ഒരു ഡയലോഗ് ഡിബേറ്റ് പോലെയാണ് ഈ ഓഫ് ഡ്രാമാറ്റിക് പോയസി അദ്ദേഹം എഴുതിയിരിക്കുന്നത്. ആ രീതിയിലാണ് അത് എഴുതിയിരിക്കുന്നത്. Took no extreme position, argued moderately and tolerantly for the moderns. മോഡേണിന്റെ ഫേവറിലായിട്ടാണ് അദ്ദേഹം അത് എഴുതിയിരിക്കുന്നത്. എന്നാൽ അങ്ങനെ വെഹമെന്റ് ആയിട്ടുള്ള ക്രിറ്റിസിസം ഒന്നുമില്ല. More interested in a work being good of its kind than in conforming with rules. അപ്പോൾ അതിനെ തന്നെ മെറിറ്റില്, ഏത് വർക്കാണോ, വാട്ട് എവർ ദ വർക്ക് മേ ബി, അതിന്റെ തന്നെ മെറിറ്റില് ഒരു നല്ല വർക്കാണോ മോശം വർക്കാണോ എന്നുള്ളത് മാത്രമാണ് അദ്ദേഹം പരിഗണിച്ചത്. അല്ലാണ്ട് റൂൾസ് മാത്രം ഫോളോ ചെയ്യുന്ന രീതിയിലാവണമെന്ന് അല്ല. അപ്പം റൂൾസ് ഷുഡ് നോട്ട് ബി കൺസ്ട്രെയിൻ ടു പ്രൊഡ്യൂസ് എ ബെറ്റർ വർക്ക് എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഒരു ക്രിട്ടിക്കൽ പൊസിഷൻ. He appreciated different kinds of literary skills and conventions, dealt with contemporary critical issues in an unbiased manner. Rhyme or blank verse in drama. He was in favor of rhyme or blank verse. മോഡേൺ ഫ്രഞ്ച് ആൻഡ് ഇംഗ്ലീഷ് റിസർവേഷൻ ഡ്രാമ ഏറ്റവും നല്ലതാണെന്നുള്ള രീതിയിലുള്ള അദ്ദേഹം പറയുന്നുണ്ട്. ക്ലാസിക്കൽ യൂണിറ്റീസ് ആൻഡ് ഫ്രീഡം, ഇതിനെയൊക്കെ അദ്ദേഹം റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. ഇനി പ്രിഫേഴ്സ് ടു ഫേബിൾസ്, ഏറ്റവും മറ്റൊരു പ്രധാനപ്പെട്ട സെക്ഷൻ ആണത്. ഇറ്റ് ഈസ് എ റിലാക്സ്ഡ് പീസ് ഓഫ് ക്രിട്ടിക്കൽ റൈറ്റിംഗ് ഡ്രോയിങ് ഓൺ റിച്ച് എക്സ്പീരിയൻസ്. Talks about the authors he has been translating. So he was a translator as well. Homer name, Virgil name, Ovid name, Boccaccio name, Chaucer name ഒക്കെ അദ്ദേഹം ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിൽ നിന്ന് കിട്ടിയ ഇൻസൈറ്റ്സിലാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത്. Compares Homer and Virgil, compares Ovid and Chaucer, lengthy appreciation of Chaucer. ഇപ്പൊ Chaucer he was the father of poetry. അപ്പം ഡ്രൈഡൻ ആണ് ചോസറിനെ പറ്റി പറഞ്ഞിട്ടുള്ളത്. He found English as stone and turned it to marble. അത് correctly there may be a difference in words, but the idea is this thing. He was the first one to one of the first ones to appreciate the efforts of Chaucer, the efforts that he put into polishing the language of English. അപ്പോൾ അതാണ് പ്രിഫേഴ്സ് ടു ഫേബിൾസ്. ഇനി റിസർവേഷന്റെ സമയത്ത് നമ്മൾ പറഞ്ഞു, പ്രൊട്ടക്ടറേറ്റിന്റെ സമയത്തുണ്ടായിരുന്ന പീരിയഡ് ഇന്റർനെറ്റിന്റെ സമയത്തുണ്ടായിരുന്ന തിയേറ്റേഴ്സ് ഒക്കെ അടച്ചിട്ടുണ്ടായിരുന്നു. ഡ്രാമ വാസ് നോട്ട് ഇൻ എ ഗുഡ് പൊസിഷൻ. അതിനുശേഷം 1660 റിസർവേഷനോട് കൂടി ചാൾസ് സെക്കൻഡ് തിരിച്ച് അധികാരത്തിൽ വരുമ്പോഴത്തേക്കും അതുവരെ ഉണ്ടായിരുന്ന ആ ഒരു വളരെ കൺട്രോൾഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ നിന്ന് മാറി എല്ലാവരും ഭയങ്കര റിലാക്സ്ഡ് ആയി. ആൻഡ് ചാൾസ് സെക്കൻഡ് ഹിംസെൽഫ് വാസ് എ വെരി എക്സ്ട്രാവഗന്റ് ലക്ഷൂറിയസ് കിങ്. അപ്പം ആ ഒരു ബൊഹീമിയൻ അല്ലെങ്കിൽ ആ ഒരു ലാവിഷ്നെസ് എല്ലാ സ്ഥലത്തും അത് കാണാനുണ്ടായിരുന്നു. അപ്പൊ അത് ഡ്രാമയിലും റിഫ്ലക്ട് ചെയ്തു.
അപ്പൊ അങ്ങനെ ആ ഒരു പീരീഡിൽ ഡെവലപ്പ് ചെയ്ത് വന്ന ഒരു എന്താ പറയാ ഡ്രാമയുടെ ഒരു ആസ്പെക്ട് ആണ് റിസർവേഷൻ കോമഡി എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ ഹൈ പോയിന്റ് ഓഫ് കോമഡി ഓഫ് മാനേഴ്സ്. കോമഡി ഓഫ് മാനേഴ്സ് നമ്മൾ ബെൻ ജോൺസണായിട്ടൊക്കെ അസോസിയേറ്റ് ചെയ്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പം ആ ഒരു കോമഡി ഓഫ് മാനേഴ്സിന്റെ ഏറ്റവും ഹയസ്റ്റ് പോയിന്റ് ആയിരുന്നു റിസർവേഷൻ പീരീഡിൽ ഉണ്ടായിരുന്നത്. അതായത് ഇതാണ് റിസർവേഷൻ കോമഡി അല്ലെങ്കിൽ റിസർവേഷൻ കോമിക് ഡ്രാമാസിന്റെ ഒരു ഫീച്ചേഴ്സ് പറയുകയാണ്. ഇതിൽ ഫ്രഞ്ച് ഇൻസ്പിറേഷൻ ഉണ്ടായിരുന്നു, മോലിയന്റെ ഒക്കെ ഇൻസ്പിറേഷൻ ഉണ്ടായിരുന്നു, ഇൻട്രീഗ്, കോൺസ്പിറസി, ട്രിക്കറി ഇൻ ലവ് ആൻഡ് മാരേജ്, പിന്നെ പാരലൽ പ്ലോട്ട്സ്, ഒരേ സമയം കണക്റ്റഡ് ആയിട്ട് പോകുന്ന അല്ലെങ്കിൽ പാരലൽ ആയിട്ട് പോകുന്ന പ്ലോട്ട്സ്, അപ്പർ ക്ലാസ് ക്യാരക്ടേഴ്സ് മോസ്റ്റ്ലി, പിന്നെ കുറെ സ്റ്റീരിയോ ടൈപ്സ്, മാസ്റ്റർ സ്ലേവ് റിലേഷൻഷിപ്പ്. കാരണം അപ്പോഴത്തേക്കും ഈ ഇമ്പീരിയലിസം ഒക്കെ വല്ലാണ്ട് എക്സ്പാൻഡ് ചെയ്തു, കോളനീസ് പലയിടത്തും. അപ്പൊ ആ ഒരു ഐഡിയ ഒക്കെ അതിലേക്ക് കൂടുതൽ വന്നു. ലണ്ടൻ വാസ് ഓൾമോസ്റ്റ് ഓൾവേസ് ദ സെറ്റിംഗ്. ലണ്ടൻ ആയിരുന്നു എപ്പോഴും കഥകളുടെ ഒക്കെ ഒരു സെറ്റിംഗ്. കാരണം ലണ്ടൻ വാസ് എ സെന്റർ. ക്വീൻ എലിസബത്തിന്റെ കാലത്തോടു കൂടി തന്നെ, ക്വീൻ എലിസബത്ത് ഫസ്റ്റിന്റെ കാലത്തോടു കൂടി തന്നെ ലണ്ടൻ ബിക്കെയിം കൈൻഡ് ഓഫ് എ മെട്രോപോളിസ്. ഇപ്പോഴത്തെ മെട്രോപോളിസിന്റെ രീതി ചിന്തിക്കുന്നത്, പക്ഷെ ഇറ്റ് വാസ് വെയർ ഓൾ ദ ആക്ഷൻ. അപ്പോൾ അങ്ങനെ എപ്പോഴും ഈ പറയുന്ന കോമഡി ഓഫ് മാനേഴ്സിൽ അല്ലെങ്കിൽ റിസർവേഷൻ കോമഡിയിൽ സെറ്റിംഗ് ആയിട്ട് എപ്പോഴും വരുന്നത് ലണ്ടൻ ആയിരുന്നു. ദെൻ അൺറൊമാൻറ്റിക് വ്യൂ ഓഫ് മാരേജ്, കോൺഫ്ലിക്ട് ബിറ്റ്വീൻ ദ സെക്സസ്. മാരേജിനൊന്നും അങ്ങനെ അധികം റൊമാൻറ്റിസൈസ് ചെയ്തിട്ട് അങ്ങനെ കാണുന്നില്ല, വളരെ കോമിക്കലായിട്ട്. പിന്നെ ജെൻഡേഴ്സ് തമ്മിലുള്ള കോൺഫ്ലിക്റ്റ്, ഇതൊക്കെയായിരുന്നു ആ ഒരു കോമഡിന്റെ ആ ഒരു ഉറവിടം എന്ന് പറയുന്നത്. ഈ ജെറമി കോളിയറിന്റെ അറ്റാക്ക് അതെന്താണെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം. There was a pamphlet, a short view of the immorality and profaneness of the English state. 1698 പബ്ലിഷ് ചെയ്ത ജെറമി കോളിയർ എന്നുള്ള റൈറ്ററിന്റെ ഒരു ക്രോസ് വർക്ക് ആണ് എ ഷോർട്ട് വ്യൂ ഓഫ് ദ ഇമ്മൊറാലിറ്റി ആൻഡ് പ്രൊഫൈനസ് ഓഫ് ദ ഇംഗ്ലീഷ് സ്റ്റേറ്റ്. കാരണം വളരെ ലാവിഷ് ആയിട്ടുള്ള രീതിയിൽ രാജഭരണം തിരിച്ചു വന്നപ്പോഴത്തേക്കും അങ്ങനെ യാതൊരു ലിമിറ്റ്, യാതൊരു കൺസ്ട്രെയിൻസും ഇല്ലാതെ വളരെ ലിബറൽ ആയിട്ടുള്ള രീതിയിലുള്ള പ്രൊഡക്ഷൻസ് വരാൻ തുടങ്ങി. അപ്പോൾ ഇത് സ്റ്റേജിൽ കാണിക്കുന്നതൊക്കെ നല്ല മാനേഴ്സ് അല്ല, നല്ല ഫോർമാലിറ്റി അല്ല, അല്ലെങ്കിൽ നല്ല വേസ് ഓഫ് ലൈഫ് അല്ല എന്നുള്ള ക്രിറ്റിസിസം അന്ന് ആ കാലത്തെ ഉണ്ടായിരുന്നുണ്ട്. അപ്പൊ അതിന്റെയൊക്കെ ഒരു ആകെത്തുകയാണ് ജെറമി കോളിയറിന്റെ ഈ അറ്റാക്ക്. He condemned the comedies of William Wycherley, John Dryden, William Congreve, Vanbrugh, Dewey on 2 accounts. ഈ പറയുന്ന റൈറ്റേഴ്സിനൊക്കെ ഇവരൊക്കെയാണ് കൂടുതലായിട്ടും കോമഡി ഓഫ് മാനേഴ്സ്, റിസർവേഷൻ കോമഡി എഴുതിയിട്ടുണ്ടായിരുന്നത്. അവരുടെ വർക്ക്സിനെയൊക്കെ അദ്ദേഹം രണ്ട് കൗൺസിലാണ് അദ്ദേഹം അറ്റാക്ക് ചെയ്യുന്നത്. ഒന്നെന്ന് പറയുന്നത് ഇമ്മൊറാലിറ്റി, അത്രയും പബ്ലിക്കായിട്ട് കാണിക്കാൻ പറ്റുന്ന രീതിയിലുള്ള നാടകങ്ങളല്ല, ഡ്രാമ അല്ല അതെന്ന് അദ്ദേഹം പറഞ്ഞു. പിന്നെ അറ്റാക്ക് ഓഫ് ക്ലർജി. ക്ലർജി വാസ് ഓൾവേസ് കൺസിഡേർഡ് ആസ് ദ റെസ്പെക്റ്റഡ് പൊസിഷൻ ഇൻ ദ സൊസൈറ്റി. ക്ലർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ പാസ്റ്റേഴ്സ് ഒക്കെ പറയത്തില്ലേ, പവറുള്ള ഒരു അസോസിയേറ്റഡ് വിത്ത് ദ ചർച്ച്. അപ്പൊ ഈ റിസർവേഷൻ കോമഡിയിൽ ഇവ ക്ലർജീനെയൊക്കെ നന്നായിട്ട് അറ്റാക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ അതിനെതിരെ അദ്ദേഹം സംസാരിച്ചു. അങ്ങനെയാണ് ഈ പാംഫ്ലെറ്റ്, ഈ ഷോർട്ട് വ്യൂ ഓഫ് ഇമ്മൊറാലിറ്റി ആൻഡ് പ്രൊഫൈനസ് ഓഫ് ദ ഇംഗ്ലീഷ് സ്റ്റേറ്റ് വരുന്നത്. And an earlier anti-theatre pamphlet was William Payne's Hysteriomastics. ഇത് ആദ്യമായിട്ടല്ല ഇങ്ങനെ വരുന്നത്, നേരത്തെയും റൈറ്റേഴ്സ് എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഹിസ്റ്റീരിയോമാസ്റ്റിക്സ് എന്ന് പറയുന്ന ഒരു വർക്ക് ഉണ്ട് വിത്ത് സബ് ടൈറ്റിൽ ദ പ്ലേയേഴ്സ് കർജ് ഓർ ആക്ടേഴ്സ് ട്രാജഡി. അപ്പൊ അതിനകത്ത് ഈ റൈറ്റർ വില്യം പ്രൈൻ അറ്റാക്ക് ദ പ്ലേ ഹൗസസ്, ഇൻസ് ഓഫ് കോർട്ട് ആസ് വെൽ ആസ് റോയൽ കോർട്ട്. എല്ലാത്തിനെയും വളരെ ലൈസൻഷ്യസ് ആയിട്ടുള്ള ലിബറൽ ആയിട്ടുള്ള എല്ലാത്തിനെയും അദ്ദേഹം അറ്റാക്ക് ചെയ്തു. For this, he was pilloried and his ears were cut off. അപ്പം അതൊന്നും അതങ്ങനെ ടോളറേറ്റ് ചെയ്തിരുന്നില്ല, കാരണം അത്രയ്ക്കും എക്സ്ട്രാവഗൻസയിൽ മുഴുകി ജീവിക്കാനായിരുന്നു ഇവർക്കൊക്കെ ഇഷ്ടം. അപ്പൊ ഈ രണ്ട് വർക്കും ഒന്ന് ഓർത്ത് വെക്കുക, ജെറമി കോളിയറിന്റെ അറ്റാക്കും പിന്നെ വില്യം ബ്രൈന്റെ അറ്റാക്കും. ജെറമി കോളിയറിന്റെ 1698 പബ്ലിഷ് ചെയ്യുന്നത്. വില്യം ബ്രൈന്റെ ഹിസ്റ്റീരിയോമാസ്റ്റിക്സ് 1633 വരുന്നത്. ഈ റിസർവേഷൻ ഡ്രാമ ജോൺ ഡ്രൈഡൻ ഒരു ഇമ്പോർട്ടൻറ്റ് പാർട്ടായിരുന്നു. അതുപോലെ തന്നെ ഉള്ള മറ്റു രണ്ട് പേരാണ് വില്യം വിച്ചേർലി ആൻഡ് വില്യം കോൺഗ്രീവ്. വില്യം വിച്ചേർലിന്റെ വർക്കിനെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ
ദ കൺട്രി വൈഫ് ഒരു ഈ പ്രൊഫൈൻനെസ് ഒക്കെ എങ്ങനെ വരുന്നു സ്റ്റേജിലേക്ക് എന്നുള്ളതിന്റെ ഒരു എക്സാമ്പിൾ ആണ് ദ കൺട്രി വൈഫ്. ഇതൊരു പണ്ണാണ്, ഒരു ഇൻഡീസെന്റ് പണ്ണാണ് ദ കൺട്രി വൈഫ്. ഐ മീൻ വൈഫ് ഈസ് ഓൾവേസ് റെസ്പെക്റ്റഡ് ടൈറ്റിൽ നോ. അപ്പൊ അത് കൺട്രി വൈഫ് എന്ന് പറയുമ്പോൾ വിച്ച് അലൂഡ്സ് ടു സംതിങ് വെരി ബേസ് ഇൻഡീസെന്റ്. അപ്പൊ അത് ഒരു വൺ ഓഫ് ദ പോപ്പുലർ പ്ലേസ് ഓഫ് വിച്ചർലി. അതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ സെക്ഷുവലി എക്സ്പ്ലിസിറ്റ് ആയിട്ടുള്ള സീൻസും സിറ്റുവേഷൻസും ഒക്കെ അതിലുണ്ട്. ഇതൊരു ആന്റി പ്യൂരിറ്റൻ സെന്റിമെന്റ്സോട് കൂടി എഴുതിയിട്ടുള്ള ഒരു വർക്കാണ്. ഇതിലെ പ്രൊട്ടാഗണിസ്റ്റ് ഹോണർ എന്ന് പറയുന്നതാണ് ഒരാളാണ് ഇതിന്റെ പ്രൊട്ടാഗണിസ്റ്റ്. അദ്ദേഹം എന്ത് ചെയ്യുന്നു, ഒരു റൂമർ ഉണ്ടാക്കുന്നു ദാറ്റ് ഹി വാസ് ഇമ്പോർട്ടന്റ്. അദ്ദേഹത്തിന് ഹി കനോട്ട് ഗീവ് ബർത്ത് ടു എ ചൈൽഡ് സോ ദാറ്റ് ഹി ക്യാൻ ഹാവ് വിമൻ. ഐ മീൻ ഹി ക്യാൻ ഹാവ് റിലേഷൻഷിപ്സ് വിത്ത് വിമൻ, സെക്ഷൽ റിലേഷൻഷിപ്സ്. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഒരു ഒരാളുടെ ഭാര്യ ലണ്ടനിലേക്ക് എത്തുന്ന മാർജറി പിഞ്ച് വൈഫ് എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ ഇയാളുമായിട്ട് ഇൻവോൾവ് ആവുന്നതും അതിനെ തുടർന്നുണ്ടാവുന്ന പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെയാണ് ഈ ഒരു പ്ലേയിൽ പ്രധാനമായിട്ടും പറയുന്നത്. ഇനി അടുത്ത വർക്ക് ദ പ്ലെയിൻ ഡീലർ എന്ന് പറയുന്ന വർക്ക്, അതിന്റെ പ്ലോട്ട് എന്ന് പറയുന്നത് മാൻലി ഇതൊരു ക്യാരക്ടറാണ്. ദ പ്രിൻസിപ്പിൾഡ് ആൻഡ് മിസാൻത്രോപിക് ഹീറോ ഇസ് എ സീ ക്യാപ്റ്റൻ who believes that only his betrothed and his friend are sincere. When Manly is away at war, the two get married and do not return his money either. Through his page എന്ന് പറഞ്ഞാല് ഒരു കൂടെയുള്ള ആള്, through his page, who is actually the girl Fidelia in disguise, secretly in love with Manly, he seeks revenge. Finally, Manly recognizes that his obsession with his ex-mistress is worthless and marries Fidelia. അപ്പൊ ഇങ്ങനെയുള്ള കുറെ ഇൻഡീസെന്റ് റിലേഷൻഷിപ്സ്, ഔട്ട് ഓഫ് മാരേജ് റിലേഷൻഷിപ്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു കോമഡി ഓഫ് മാനേഴ്സിൽ കൂടുതൽ. അത് അങ്ങനത്തെ സിറ്റുവേഷനിൽ ഒരു കോൺഫ്ലിക്റ്റ് വരുമ്പോൾ അതിനകത്ത് നിന്ന് കോമഡി ഉണ്ടാവുക, അതായിരുന്നു അതിന്റെ ഒരു ജനറൽ ഒരു ഫീച്ചർ എന്ന് പറയുന്നത്. അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റൈറ്ററാണ് വില്യം കോൺഗ്രീവ്. ഈ വില്യം കോൺഗ്രീവിന്റെയും വിച്ചേർലിയും ഒക്കെ ജെറമി കോളിയർ നമ്മൾ പറഞ്ഞ ഇത് പ്രൊഫൈൻനെസ് ഓഫ് ദ ഇംഗ്ലീഷ് ലാംഗ്വേജ്, ഇംഗ്ലീഷ് സ്റ്റേജ് എന്നുള്ള വർക്കിൽ നന്നായിട്ട് അറ്റാക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു പ്രധാനപ്പെട്ട 4 വർക്ക്സ് ആണ് ദ ഡബിൾ ഡീലർ, ലവ് ഫോർ ലവ്, ദ വേ ഓഫ് ദ വേൾഡ് ആൻഡ് ദ മോർണിംഗ് ബ്രൈഡ്. അപ്പോ വേ ഓഫ് ദ വേൾഡിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരു മിറാബിൾ എന്ന് പറയുന്ന ഒരു യങ് മാൻ ഉണ്ട്, ഒരു ക്യാരക്ടർ പ്രൊട്ടാഗണിസ്റ്റ്, who is not wealthy, has had an affair with Mrs. Flecknoe, the widowed daughter of Lady Wishford. He has helped her marry Mr. Flecknoe, a man of respectable reputation, but not of great virtue. Flecknoe has married the young widow because of her fortune will support his affair with Mrs. Marwood. അപ്പോൾ ഇങ്ങനെ തമ്മിൽ കണക്റ്റഡ് ആയിട്ടുള്ള കുറെ പേഴ്സണൽ ഇൻട്രസ്റ്റിന് വേണ്ടിയിട്ട് ഒരാള് വെൽത്തി ആയിട്ടുള്ള ഒരു വിഡോവിനെ മാരേജ് ചെയ്യുന്നു, അവരുമായിട്ട് റിലേഷൻഷിപ്പുള്ള വേറൊരാള്. അപ്പൊ ഇങ്ങനെ ഈ രീതിയിൽ കോൺഫ്ലിക്റ്റിംഗ് ആയിട്ടാണ് ഈ ഒരു ഡ്രാമയൊക്കെ പ്രോഗ്രസ് ചെയ്യുന്നത്. നമുക്കിനി അടുത്ത സെക്ഷനിലേക്ക് പോവാം. ഈ പീരീഡിൽ നിന്നുള്ള മറ്റ് ഇമ്പോർട്ടൻറ്റ് വർക്ക്സ് ആണ് നമ്മളിനി ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് പറയാനുള്ളത് ഓരോനോപ്പോ ദ റോയൽ സ്ലേവ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വർക്കാണ്. ഇറ്റ് വാസ് റിട്ടൺ ബൈ ആഫ്ര ബെൻ. ഇറ്റ് വാസ് ദ ഫസ്റ്റ് ഇംഗ്ലീഷ് നോവൽ ടു ഷോ സിംപതി ഫോർ ദ സ്ലേവ്സ്. സ്ലേവ്സിനോട് അവരുടെ പൊസിഷനോട് സിംപത്തറ്റിക് ആയുള്ള രീതിയിൽ ആദ്യമായി ഇംഗ്ലീഷിൽ എഴുതപ്പെട്ട നോവലാണ് ഓരോനോപ്പോ. പിന്നെ ഈ ഒരു കാലഘട്ടത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡോക്യുമെന്റ് ആയിട്ട് എപ്പോഴും കൺസിഡർ ചെയ്യുന്ന, അക്കാഡമിക്സിൽ കൺസിഡർ ചെയ്യുന്ന 2 വർക്ക്സ് ആണ് പെപ്പിസിന്റെയും എബിലിന്റെയും ഡയറീസ്. സാമുവൽ പെപ്പിസ് ആൻഡ് ജോൺ എബിലിൻ. അപ്പോൾ സാമുവൽ പെപ്പിസിന്റെ ഡയറീസ് എൻട്രീസ് 1660 to 1609 വരെയുള്ള എല്ലാ എൻട്രീസും ഇയേഴ്സിലുള്ള എൻട്രീസ് പെപ്പീസിന്റെ ഡയറിയിലും 1641 to 1697 വരെയുള്ള ഇയേഴ്സിലെ എൻട്രീസ് ജോൺ എബിലിന്റെ ഡയറിയിലും ഉണ്ട്. അപ്പം ഡയറീസ് ഓഫ് പെപ്പീസ് ആൻഡ് എബിലിൻ ഇത് രണ്ടും ഇംഗ്ലീഷ് ലിറ്ററേച്ചറിന്റെ കാര്യത്തിലെടുക്കുമ്പോൾ ഒരു ലിറ്റററി ഡോക്യുമെന്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നുണ്ട്. ഇനി അടുത്ത ഒരു ഇമ്പോർട്ടൻറ്റ് വർക്കാണ് എസ്സേ കൺസേണിങ് ഹ്യൂമൻ അണ്ടർസ്റ്റാൻഡിങ്. ജോൺ ലോക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫിലോസഫറാണ് അത് എഴുതിയിരിക്കുന്നത്. ഇറ്റ് ഈസ് എൻ ഇൻക്വയറി ഇൻ ടു ദ ഒറിജിൻ ആൻഡ് എക്സ്റ്റെന്റ് ഓഫ് മാൻസ് നോളജ്. അപ്പോൾ ഇതൊരു റിനൈസൻസ് ഹ്യൂമനിസ്റ്റിന്റെ ഒരു ഹ്യൂമനിസ്റ്റ് ലേണിംഗിന്റെ ഒക്കെ ഒരു ബാക്കിയായിട്ട് നമുക്ക് പറയാം.
മനുഷ്യന്റെ നോളജ്, അതായത് അറിവിനെ പറ്റിയിട്ടുള്ള ഒരു ഇൻട്രോസ്പെക്ഷൻ, ഒരു കൂടുതലായിട്ടുള്ള ഒരു അന്വേഷണമാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത്. അടുത്ത ഒരു ഇമ്പോർട്ടൻറ്റ് വർക്കാണ് ദ പിൽഗ്രിംസ് പ്രോഗ്രസ് ഫ്രം ദിസ് വേൾഡ് ടു ദാറ്റ് വിച്ച് ഈസ് ടു കം. അത് എഴുതിയിരിക്കുന്നത് ജോൺ ബന്യാൻ എന്ന് പറഞ്ഞിട്ടുള്ള റൈറ്ററാണ്. ഇറ്റ് ഈസ് എൻ ആർക്കിടൈപ്പൽ തീം ഓഫ് മാൻസ് ലൈഫ് ആസ് ജേർണി, അലഗറി ഓഫ് മാൻസ് പിൽഗ്രിമേജ് ഫ്രം സിറ്റി ഓഫ് ഡിസ്ട്രക്ഷൻ ടു ഹെവൻലി ജെറുസലേം. ഇപ്പൊ നമ്മളുടെ ഒരു ജീവിതത്തെ മൊത്തം അലഗറൈസ് ചെയ്തിട്ടാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത്. ഒരു റിലീജിയസ് വർക്കാണ്, based on Bunyan's own experience of conversion. The author sees in his dream a man called Christian with a book in his hand and a burden on his back. Christian has read in the book that his city of destruction will be destroyed. ആ സിറ്റിന്റെ പേരാണ് സിറ്റി ഓഫ് ഡിസ്ട്രക്ഷൻ. പ്രൊട്ടാഗണിസ്റ്റിന്റെ പേര് ക്രിസ്ത്യൻ. ഇതൊരു ജോൺ ബന്യാനിന്റെ ഒരു ഡ്രീം പോലെയാണ്, ഒരു ഡ്രീമിൽ കണ്ടതുപോലെയാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത്. ഇവാഞ്ചലിസ്റ്റ് എന്ന് പറഞ്ഞ വേറൊരു ക്യാരക്ടർ ഉണ്ട്. ഇവാഞ്ചലിസ്റ്റ് അഡ്വൈസസ് ഹിം ടു ഫ്ലീ ടുവേർഡ്സ് വിക്കറ്റ് ഗേറ്റ്. വിക്കറ്റ് ഗേറ്റ് എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്ക് പോകാൻ പറയുന്നു. ആൻഡ് ക്രിസ്ത്യൻ സെറ്റ്സ് ഫോർത്ത് അലോൺ സിൻസ് ഹിസ് വൈഫ് ആൻഡ് ചിൽഡ്രൻ refuse to accompany him. Christian has read in the book that his city of destruction will be destroyed. Evangelist എന്ന് പറയുന്ന വേറൊരു ക്യാരക്ടർ advises him to flee towards wicket gate, and Christian sets forth, continuing, Christian has read in the book that his city of destruction will be destroyed. Evangelist advises him to flee towards a wicket gate, and Christian sets forth alone since his wife and children refuse to accompany him. അപ്പോൾ ഇതൊരു ലോങ് ഒരു ജേർണിയാണ്. സിറ്റി ഓഫ് ഡിസ്ട്രക്ഷൻ അദ്ദേഹത്തിന്റെ സ്വന്തം സ്ഥലമായിട്ടുള്ള, അതായത് ഈ ക്രിസ്ത്യൻ എന്ന് പറയുന്ന ക്യാരക്ടറിന്റെ സ്വന്തം സ്ഥലമായ സിറ്റി ഓഫ് ഡിസ്ട്രക്ഷൻ ഉടനെ തന്നെ നശിക്കപ്പെടുമെന്ന് അദ്ദേഹം ഒരു ബുക്കിൽ വായിക്കുന്നു. അവിടുന്ന് ഇവാഞ്ചലിസ്റ്റ് എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിന്റെ സഹായത്തോടുകൂടി അദ്ദേഹം വിക്കറ്റ് ഗേറ്റിലേക്ക് യാത്രയാവുന്നു. അവിടുന്ന് ആ യാത്രയിൽ അദ്ദേഹം നേരിടുന്ന പ്രശ്നങ്ങളും അതൊക്കെ ഈ നമ്മുടെ റിയൽ ലൈഫുമായിട്ടും നമ്മളുടെ ഒരു സ്പിരിച്വൽ ജേർണിയായിട്ടൊക്കെ അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു വർക്കാണ് ദ പിൽഗ്രിംസ് പ്രോഗ്രസ്. അപ്പോ ഇതൊക്കെയാണ് ഈ റൈറ്റേഴ്സും ഈ വർക്ക്സും ഒക്കെയാണ് പ്രധാനമായിട്ടും ജോൺ ഡ്രൈഡന്റെ കണ്ടംപററീസ് ആയിട്ടും ജോൺ ഡ്രൈഡന്റെ പീരീഡിലൊക്കെ വരുന്നത്. അപ്പോൾ ഈ ഏജ് ഓഫ് ഡ്രൈഡൻ എന്നുള്ള സെക്ഷൻ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ക്ലാസ് കൂടാതെ തന്നെ വാല്യൂ ആഡഡ് നോട്ട്സും മറ്റ് ടെസ്റ്റുകളും ഒക്കെ ഇതിന്റെ കൂടെ തന്നെ എടുക്കാം. മറ്റൊരു സെഷനിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.